ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. KCC 15 മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഈശോയുടെ നാമത്തിൽ സ്വാഗതം, സ്നേഹവന്ദനം. നമ്മുടെ ഈ ക്ലാസിന്റെ പേര്, തലക്കെട്ട് ഈശോ മിശിഹ ദൈവമാണോ എന്ന ചോദ്യം. ആ ചോദ്യമാണ് നമ്മൾ തലക്കെട്ടായി സ്വീകരിച്ചിരിക്കുന്നത്. ഒരു സംശയം തോന്നിയേക്കാം, ഇങ്ങനെ ഒരു വിഷയമോ? ഈ വിഷയം പ്രധാനമായും നമ്മളെ വിശ്വാസത്തിൽ ഉറപ്പിക്കാനും ഈ ചോദ്യം നമ്മോട് ചോദിക്കുമ്പോൾ അതിന്റെ കൃത്യമായ സമാധാനം പറയാൻ നമ്മെ പ്രാപ്തരാക്കാനുമാണ്. സുവിശേഷത്തെ സംബന്ധിച്ച് നമുക്ക് സംശയമില്ലെങ്കിലും സംശയമുള്ള ഒരുപാട് പേര് ക്രൈസ്തവരുമായി നമ്മുടെ ചുറ്റുപാടും ജീവിക്കുമ്പോൾ ഈശോ മിശിഹ ദൈവമാണോ എന്ന ചോദ്യത്തിന് സുവിശേഷാധിഷ്ഠിതമായ സഭാവിശ്വാസത്തിൽ വേരുറച്ച കൃത്യമായ ഒരു ഉത്തരം നൽകാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മൾ സ്ക്രീൻ പങ്കുവെച്ചുകൊണ്ട് നമുക്കത് ആരംഭിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ ഏവർക്കും സ്വാഗതം. ഈശോ മിശിഹ ദൈവമാണോ എന്ന ചോദ്യമാണ് നമ്മുടെ ഉത്തരം, നമ്മുടെ ക്ലാസ്. അതിന്റെ ഉത്തരം കണ്ടുപിടിക്കലാണ് നമ്മുടെ ശ്രമം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിന്റെ സംക്ഷേപത്തില് 87ാമത്തെ നമ്പറായി വളരെ കൃത്യമായി ഒരു സംക്ഷേപിത രൂപത്തിൽ ആരാണ് ഈശോ മിശിഹ എന്ന്, നമ്മളുമായി അവിടത്തേക്കുള്ള ബന്ധം എന്താണെന്ന് കൃത്യമായി അവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ദൈവികയാളുമായുള്ള അവിടുത്തെ ഐക്യത്തിൽ ഈശോ അഭേദ്യമായി സത്യദൈവവും സത്യമനുഷ്യനുമാണ്. ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവിനോട് കൂടെ ഏകസത്തയുമായ ദൈവപുത്രനായ അവിടുന്ന് തൻ്റെ ദൈവത്വത്തിന് ഭംഗം വരാതെ സത്യമനുഷ്യനായി, നമ്മുടെ സഹോദരനായി, നമ്മുടെ കർത്താവായി. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വളരെ സാരരൂപത്തിൽ, വളരെ കണ്ടൻസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് ദൈവവുമായി അഭേദ്യനാണ്, സത്യദൈവമാണ് അവിടുന്ന്, സത്യമനുഷ്യനാണ് അവിടുന്ന്, ജനിച്ചവനാണ് അഥവാ പുത്രനാണ്, എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനാണ്, പിതാവിനോട് കൂടെ സത്തയാണ്, അവിടുന്ന് ദൈവത്വത്തിന് ഭംഗം വരാതെയാണ് മനുഷ്യനായത്. അത് സത്യമനുഷ്യനായി, മനുഷ്യനെ പോലെ കാണപ്പെടുകയല്ല ചെയ്തത്, സത്യമനുഷ്യനായി. അവിടുന്ന് മനുഷ്യനാകിയാൽ നമ്മുടെ സഹോദരനായി, വീണ്ടും പിതാവിന്റെ ആദ്യജാതൻ എന്ന നിലയ്ക്ക് അവിടുന്ന് നമ്മളെ പുത്രരാക്കിയപ്പോൾ നമ്മുടെ സഹോദരനായി. വീണ്ടും അവിടുത്തെ വാക്കുകൾ അനുസരിക്കാനും അവിടുത്തെ പാതയിൽ മുന്നേറാനും അവിടുത്തോട് കൂടെ ആയിരിക്കാനും അവിടുന്ന് നിർദ്ദേശിക്കുക വഴി അവിടുന്ന് നമ്മുടെ കർത്താവായി, നമ്മുടെ ജീവിതത്തിന്റെ ഉടമയായി. ഇതിനേക്കാളും ചുരുക്കത്തില് ഇത്രയേറെ ഭംഗിയായിട്ട് ഒരിക്കലും നമുക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ്, ക്രൈസ്തവ വിശ്വാസത്തിന്റെ അതുല്യമായ പ്രകാശനവും. ഇനി ഇത് ഇങ്ങനെ ഇരിക്കെ തന്നെ ഈശോയെ കുറിച്ചുള്ള നമ്മുടെ സഹോദരന്മാരായ, നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നവരായ മറ്റ് പല ആളുകൾക്കും, വിശേഷിച്ച് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമ്മളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ അറിയണം, ഓരോരുത്തരെ സംബന്ധിച്ചോ അവരുടെ ആശയത്തെ സംബന്ധിച്ചോ അറിയണം. അത് രണ്ട് വിധത്തിലാണ് അതിന്റെ ഗുണം. ഒന്ന്, നമ്മുടെ വിശ്വാസത്തിന്റെ തനിമ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. രണ്ടാമത്തേത്, അവർ എന്തുകൊണ്ടാണ് ഈശോയെ അപ്രകാരം കാണുന്നത്, നമ്മുടെ വിശ്വാസത്തെ അപ്രകാരം സമീപിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഈശോയെ കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണ്? വിശുദ്ധ ഖുർആൻ 19:35 പറയുന്നു, ഒരു സന്താനത്തെ ഉൽപ്പാദിപ്പിക്കുന്നത് അള്ളാഹുവിന് അനുയോജ്യമല്ല തന്നെ. അള്ളാഹു എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ദൈവമാണ്. അവൻ പരിശുദ്ധനത്രേ, ദൈവം പരിശുദ്ധനത്രേ.
അവനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുക എന്ന് അതിനോട് പറയുകയേ വേണ്ടൂ, അതുണ്ടാകുന്നു. അതായത് അനാദിയിലെ തന്നെ അവനൊരു ദൈവത്തിനൊരു പുത്രനുണ്ടെന്ന് പറയുകയൊന്നും വേണ്ട. കൃത്യസമയത്ത് ഈശോയോട് ഉണ്ടാകാൻ പറഞ്ഞാൽ പോരെ, ദൈവമല്ലേ ഇത്. അല്ലാതെ അനാദിയിലെ ഉണ്ടായിരുന്നവനും കാലത്തിന്റെ തികവിൽ മനുഷ്യനായി അവതരിച്ചവനും എന്നുള്ള ആ ഒരു പ്രസ്താവന വേണോ? അതിന്റെ ആവശ്യമുണ്ടോ? അതാണ് അവരുടെ ഒരു ചോദ്യം. രണ്ടാമത്തേത് 1988 92 വാക്യങ്ങളെ നമ്മൾ ഒരുമിച്ച് പറയുകയാണെങ്കിൽ പ്രകാരമാണ്: പരമകാരുണികൻ ഒരു സന്താനത്തെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അവർ, അതായത് ക്രിസ്ത്യാനികൾ, പറയുന്നു. എന്നാൽ ഒരു സന്താനത്തെ സ്വീകരിക്കേണ്ട യാതൊരു ആവശ്യവും പരമകാരുണികൻ ഇല്ല. അതാണ് അവരുടെ കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് തെറ്റോ ശരിയോ എന്നുള്ളതല്ല നമ്മൾ ഇവിടെ വീക്ഷിക്കുന്നത്. അവർ എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുകയാണ്. വീണ്ടും അധ്യായം 112 സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ആ അധ്യായത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. ഈശോയെ കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് ഇതാണ്: അള്ളാഹു ഒരു പുത്രനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു. അവൻ പരിശുദ്ധനത്രേ. ആകാശഭൂമികളെല്ലാം അവൻ്റെതാണ്, എല്ലാം അവന് കീഴ്പ്പെട്ടുമാണിരിക്കുന്നത്. നബി പറയുക, അവൻ അള്ളാഹു ഏകനാണ്. അള്ളാഹു ആരോടും ഒരു നിലയ്ക്കും ആശ്രയമില്ലാത്തവനും സർവ്വചരാചരങ്ങളുടെയും ആശ്രയ കേന്ദ്രവുമാകുന്നു. അവൻ സന്താനങ്ങളെ ജനിപ്പിച്ചിട്ടില്ല, അവൻ സന്താനമായി ജനിച്ചിട്ടുമില്ല, അവന് തുല്യനായി ആരുമില്ല. ഈ 4 വാക്യങ്ങളേ ഉള്ളൂ 112 അഥവാ സൂറത്തുൽ ഇഖ്ലാസില്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? വളരെ കൃത്യമായി അവർ അള്ളാഹുവിന് സന്താനമില്ല എന്നും അക്കാരണത്താൽ യേശു ദൈവപുത്രനല്ല എന്നും അവർ വിശ്വസിക്കുന്നു. വീണ്ടും അധ്യായം 19 സൂറത്തുൽ മറിയം, മറിയത്തിന്റെ പേരിലുള്ള ഒരു അധ്യായമാണിത്. അതില് 88, 89, 91, 90 എന്നിങ്ങനെയാണ് ഞാൻ ഇത് അടുക്കിയിരിക്കുന്നത്. കാര്യം അത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. 90 കഴിഞ്ഞിട്ടാണ് 91 വായിക്കേണ്ടത്. പക്ഷെ ആശയം അറബിയിലുള്ളതിനെ കൃത്യമായിട്ട് നമ്മൾ മലയാളത്തിലേക്ക് വരുമ്പോൾ ഇത് ഇങ്ങനെ പറയുന്നതായിരിക്കും ഒരു കുറെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പം. അതുകൊണ്ടാണ്: കരുണാനിധിയായ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറയുന്നു. ജനങ്ങളെ, ഇത് ഗൗരവമേറിയ ഒരു കാര്യമാണ്. ഈ ആരോപണം മൂലം നിങ്ങൾ ചെയ്തിരിക്കുന്നത് കരുണാനിധിയായ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് അവർ ആരോപിച്ചതിനാൽ ഇതുമൂലം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി കീറിപ്പോവുകയും പർവ്വതങ്ങൾ ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നു. കാര്യം വളരെ വ്യക്തമാണ് നമുക്കിവിടെ. അടുത്തത് സൂറത്തു ആലു ഇമ്രാൻ. ഇതിന് ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാനിത് ഈ ഒരു അധ്യായത്തിനെ സംബന്ധിക്കുന്ന അതിൻ്റെ ആമുഖം അവതരിപ്പിക്കുന്നത്. ഈ ഈശോയുടെ മാതാവാണല്ലോ മറിയം. അപ്പോ മറിയത്തിന്റെ അച്ഛനമ്മമാരെ കുറിച്ച് നമുക്കറിയാം. യാക്കോബും അന്നയും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഈ ഒരു മാതാവിന്റെ മാതാപിതാക്കളെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. ഈ സൂറയുടെ പേര് ആലു ഇമ്രാൻ എന്നാണ്. ഇമ്രാൻ കുടുംബം എന്നാണ് പദത്തിന്റെ അർത്ഥം. ഈസാ നബിയുടെ മാതാവായ മറിയം ബീബിയുടെ പിതാവാണ് ഇമ്രാൻ. മറിയം ബീബിയാണല്ലോ പുരുഷ സ്പർശം ഏൽക്കാതെ ഒരാൺകുഞ്ഞിനെ ഈസാ നബിയെ പ്രസവിച്ചത്. ആ സംഭവം ഇതിൽ വിവരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ അനുഗ്രഹീത കുടുംബത്തിന്റെ പേര് ഈ സൂറയ്ക്ക് നൽകിയിരിക്കുന്നത്. അതായത് ചുരുക്കത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മറിയം അല്ല ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന മറിയം. കാരണം പിതാവിനാലാണല്ലോ പുത്രിയെ നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായി പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു ഒരു തോമസ് ഉണ്ടെന്നിരിക്കട്ടെ. ആ തോമസിന്റെ അപ്പന്റെ പേര് മത്തായി. ഒരുപാട് തോമസുകളുണ്ട്. പക്ഷെ ഈ മത്തായിയുടെ മകൻ തോമസിനെയാണ് നമ്മൾ പരാമർശിക്കുന്നതെങ്കിൽ മത്തായിയുടെ മകൻ തോമസ് എന്ന് പറയുന്നത്. അതേസമയം യൗസേപ്പിന്റെ മകൻ തോമസ് ആണെന്നുണ്ടെങ്കിൽ അത് ആള് മാറി. ഇവിടെ ആള് മാറിയില്ലേ, അഥവാ ആള് മാറിയില്ലേ തെറ്റി പറഞ്ഞിരിക്കുന്നത് മറിയത്തെ സംബന്ധിച്ച് എന്നൊരു ആരോപണം അഥവാ ഒരാക്ഷേപം അഥവാ ഒരു കണ്ടെത്തൽ പലർക്കും ഉണ്ട് എന്നല്ല, അതങ്ങനെയാണ്. സൂറത്ത് ആലു ഇമ്രാനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. മലക്കുകൾ പറഞ്ഞ, മലക്കെന്ന് പറഞ്ഞാൽ മാലാഖയാണ്, മറ്റൊരു സന്ദർഭം ഓർക്കുക. ഓ മറിയം, തന്റെ പക്കൽ നിന്നുള്ള ഒരു വചനം കാരണമായുള്ള കുഞ്ഞിന്റെ ജന്മത്തെക്കുറിച്ച് അള്ളാഹു നിങ്ങളോട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ പേർ മറിയമിന്റെ മകൻ മസീഹീസ എന്നാകുന്നു. ഇഹത്തിലും പരത്തിലും പ്രമുഖരും അള്ളാഹുവിന്റെ സാമീപ്യം ലഭിച്ച പ്രവാചകന്മാരിൽപ്പെട്ട മഹാനുമാണ് അദ്ദേഹം. ഇതിനകത്തൊരു സംഗതി ഉള്ളത് എന്താ ചോദിച്ചാൽ, ഒന്നാമത് അവർ പറയുന്നു ദൈവത്തിന്റെ വചനത്താലാണ് ഈ ഈസ ഉണ്ടാകുന്നത്.
അദ്ദേഹത്തിന്റെ പേര് മറിയമിന്റെ മകൻ മസീഹ് ഈസ എന്നാകുന്നു എന്നാണ്. ഈ മസീഹ് എന്ന് പറയുന്ന ഒരു പേരല്ല, സത്യത്തിൽ ആരും ഇട്ട പേരല്ല. മിശിഹ എന്നുള്ളത് അവിടുത്തെ നാമവിശേഷണമാണ്. അഭിഷിക്തൻ എന്നാണ് അതിന്റെ വാക്കിന്റെ അർത്ഥം, നമുക്കറിയാം. അപ്പോ അതൊരിക്കലും മസീഹ് എന്ന ഒരാൾക്ക് പേരിടാറില്ല, പക്ഷെ ഉപയോഗിക്കാറുണ്ട്. ഈശോ മിശിഹ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ജീസസ് ക്രൈസ്റ്റ് എന്നുള്ളതിന്റെ മലയാള രൂപമായിട്ടാണ്, ക്രിസ്തോസ് എന്ന വാക്കിൽ നിന്നാണ് ക്രൈസ്റ്റ് എന്ന് വന്നത്. പിന്നെ അഭിഷിക്തൻ എന്നുള്ളതിന്റെ സുറിയാനി പദത്തിൽ നിന്നാണ് മിശിഹ എന്നത് വന്നത്. അപ്പോ അതല്ലാതെ അത് ഈശോയുടെ ഒരു നാമവിശേഷണവും അവനായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള അവിടുന്ന് ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള സൂചനയും, അവിടുന്ന് അഭിഷിക്തനാണ് എന്നുള്ളതിന്റെ സൂചനയല്ല, അത് ഒരിക്കലും പേരല്ല. എന്തായാലും ശരി, ഇവിടെ മസീഹ് ഈസ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, തെറ്റില്ല, കുഴപ്പമില്ല, അതങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ചുരുക്കത്തില് നമ്മളിവിടെ ഇത്രയും കണ്ടതിനെ ഒന്ന് ഒതുക്കുകയാണ്, ഉപസംഹരിക്കുകയാണ്. ഇസ്ലാം മതം യേശുവിന്റെ ദൈവപുത്രത്തെ നിരാകരിക്കുന്നു. മനുഷ്യനായ പിതാവില്ല എന്ന് പറയുന്നു. ഓക്കെ, മനുഷ്യനായ പിതാവില്ല എന്ന് പറയുന്നു. ദൈവത്തിന്റെ വചനം കാരണമാണ് യേശുവിന്റെ ജനനം എന്നും പറയുന്നുണ്ട്. ദൈവത്തിന്റെ വചനമാണ് യേശുവിന്റെ ജനന കാരണം എന്നും പറയുന്നുണ്ട്. പക്ഷെ ദൈവപുത്രനല്ല. മനുഷ്യപിതാവില്ല എന്ന സത്യം കണക്കിലെടുക്കുന്നില്ല. മനുഷ്യപിതാവ് അല്ലാത്തവൻ മനുഷ്യനാണോ? എല്ലാ മനുഷ്യർക്കും മനുഷ്യപിതാവുണ്ട്. മനുഷ്യപിതാവില്ലാത്തവൻ ഒരിക്കലും മനുഷ്യനല്ല. അഥവാ അവൻ മനുഷ്യരൂപത്തിലാണെന്നുണ്ടെങ്കിൽ അവൻ മനുഷ്യൻ മാത്രമല്ല. അതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ ഒരു നിലപാടുകളുടെയും കണ്ടെത്തലിന്റെയും നമ്മുടെ പ്രതികരണം. വീണ്ടും ഖുർആനിൽ വളരെയേറെ സന്ദർഭങ്ങളിൽ യേശു മിശിഹായാണെന്ന സത്യം വ്യക്തമാക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മറിയമിന്റെ മകനായ മസീഹ് ഈസ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വിഷയം അതിനകത്തുണ്ട്. മസീഹ് ഈസ എന്ന് പറയുമ്പോൾ, കാരണം അത് ഈശോയുടെ പേരല്ല, നാമവിശേഷണമാണ് മസീഹ് എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ വായിക്കുക. അവിടുന്ന് അള്ളാഹുവിന്റെ ദൂതനും മറിയാമിലേക്ക് അവൻ ഇട്ടുകൊടുത്ത വചനവും അവങ്കിൽ നിന്നുള്ള ഒരു ആത്മാവുമാകും. സൂറ 4:172. ചുരുക്കത്തിൽ ഇസ്ലാം മതം യേശുവിന്റെ ദൈവപുത്രത്തെ നിരാകരിക്കും. ദൈവപുത്രനാണ് അവിടുന്ന് എന്ന് അവർ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല, അതങ്ങനെയല്ല എന്ന് സ്ഥാപിക്കുകയും ചെയ്യും. ഇനി ഇസ്ലാമിലെ മറിയത്തെ സംബന്ധിച്ച് നമ്മൾ നേരത്തെ കണ്ടു, ഇമ്രാന്റെ പുത്രിയാണ്. ഇവിടെ യാക്കൂബ് നദിയുടെ, അതായത് യാക്കോബിന്റെ സന്താന പരമ്പരയിൽപ്പെട്ടയാളാണ് സഖറിയ. സഖറിയായുടെ ഭാര്യ മറിയം ബീബിയുടെ സഹോദരിയാണ്. അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇളയമ്മയാണ് എലിസ്ബ. ഇളയമ്മയല്ല, ഇവിടെ സഹോദരിയാണ് എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ സഖരിയയുടെ ഒരു സഹോദരനാണ് ഇമ്രാൻ. ഇമ്രാന്റെ പുത്രിയാണ്, ബീബിയുടെ സഹോദരിയും മറിയം ബീബിയുടെ സഹോദരിയും ആര്, ഈ നമ്മുടെ എലിഷ്ബ ഇമ്രാന്റെ പുത്രിയുമാണ്. അങ്ങനെ വരുമ്പോ മറിയം ബീബിയുടെ സഹോദരി എലിഷ്ബായും ഇമ്രാന്റെ പുത്രിയായിട്ട് വരുമല്ലോ. സഖരിയ നബിയുടെ സംരക്ഷണത്തിലാണ് മറിയം ബീബി വളർന്നു വന്നിരുന്നത്. അതായത് ചേട്ടത്തിയായിരിക്കുന്ന എലിസബത്തിനെ കെട്ടി അനിയത്തി മറിയത്തിന്റെ കൂടെ തന്നെ, ഈ എലിസബത്തിന്റെ കൂടെയാണ് വളർന്നത്. അതായത് എലിസബത്തുമായിട്ടുള്ള സന്ദർശനം എന്ന വിഷയമാണ് ഇവിടെ കൂടെ താമസമായി ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോ അദ്ദേഹം യോഹന്നാന്റെ ജനനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തതാണ് ഏറ്റവും കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം. ഇസ്ലാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു, ഇസ്ലാം ത്രിത്വത്തെ നിഷേധിക്കുന്നു എന്നുള്ളത്. അധ്യായം 5 സൂറത്തുൽ മാഇദ എന്നതില് ത്രിത്വത്തെ നിഷേധിച്ചുകൊണ്ടാണുള്ളത്. അതിന്റെ 116-ാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്: ഓ മറിയമിന്റെ പുത്രൻ ഈസ, അള്ളാഹുവിന് പുറമെ എന്നെയും എന്റെ മാതാവിനെയും നിങ്ങൾ ദൈവങ്ങളാക്കുക, ഇലാഹുകളാക്കുക എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അപ്പൊ ചുരുക്കത്തില് നേരത്തെ പറഞ്ഞതായതുകൊണ്ട് ഇത് അധികം വിശദീകരിക്കുന്നില്ല. ഖുർആന്റെ ത്രിത്വ സങ്കല്പം എന്നത് അള്ളാഹു അഥവാ ദൈവം, ഈസ അഥവാ ഈശോ, മറിയാം അഥവാ മറിയം എന്നിവ 3 പേർ ചേർന്നു. തീർച്ചയായും അത്തരത്തിലൊരു ത്രിത്വത്തെ ക്രിസ്ത്യാനികൾ അറിയുന്നുമില്ല, വിശ്വസിക്കുന്നുമില്ല എന്നുള്ളതാണ് സത്യം. നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇത് നമ്മുടെ ഒരു ആശീർവാദം. ഈ ആശീർവാദം
പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് പരിശുദ്ധ സുവിശേഷത്തിൽ അപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്? നിശ്ചയമായും ലേഖനത്തിൽ, വിശുദ്ധ പൗലോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആദിമ സഭയിൽ ഉണ്ടായിരുന്നതും അവർ വിശ്വസിച്ചിരുന്നതും ഏറ്റുപറഞ്ഞതുമായ ത്രിത്വത്തെ അവർ ആ ത്രിത്വത്തിന്റെ നാമത്തിൽ അവർ ആരാധന നടത്തിയിരുന്നു, അവർ ആശീർവാദം സ്വീകരിച്ചിരുന്നു എന്നുള്ളത്. അപ്പോ ആദിമസഭയിൽ കൃത്യമായി ത്രിത്വത്തെ നിർവചിച്ചിരിക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുമിശിഹായുടെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മിൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ഏക ദൈവത്തെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. 1 കൊരിന്ത്യർ 12:4 കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തില് ത്രിത്വത്തിന്റെ ദൈവശാസ്ത്രം ഇപ്രകാരം വ്യക്തമാക്കുന്നുണ്ട്: ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ. ആത്മാവ് അഥവാ പരിശുദ്ധാത്മാവാണ് ദാനങ്ങൾ. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. കർത്താവിനെയാണ് നാം ശുശ്രൂഷിക്കേണ്ടത്. പ്രവർത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലാവർക്കും എല്ലാത്തിനും പ്രചോദനം നൽകുന്ന ദൈവം പിതാവ് ഒന്ന് തന്നെ. ഇത്ര കൃത്യമായിട്ടാണ് അവിടെ ത്രിത്വത്തെ യാതൊരു കലർപ്പുമില്ലാതെ സരളമായും സമ്യക്കായും മനസ്സിലാകുന്ന രീതിയിലും വിവരിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. അടുത്തത്, യേശു ദൈവമായിരിക്കയാൽ അവിടുന്ന് സ്വമേധയാ പിതാവിന്റെ ഇഷ്ടമനുസരിച്ച് ഈ ഭൂമിയിലേക്ക് വരികയും പിതാവ് തന്നോട് പറഞ്ഞ കാര്യങ്ങൾ തൻ്റെ തന്നെ ശരീരത്തിലും തൻ്റെ തന്നെ ഇച്ഛയിലും തൻ്റെ തന്നെ ആത്മാവിലും, അതായത് യേശുവാണത് ചെയ്തത്. അവിടുന്ന് എല്ലാ കാര്യങ്ങളും അപ്രകാരമാണ് ചെയ്തത്. എന്നാൽ ഖുർആനെ സംബന്ധിച്ചിടത്തോളം സൂറത്തുൽ മാഇദയിൽ പറയുന്നു, പ്രവാചകത്വത്തിന്റെ അന്ത്യഘട്ടത്തിൽ അവതരിച്ച ഈ നിയമനിർമ്മാണ ശാഖയിൽപ്പെട്ട ഈ സൂക്തങ്ങൾ ഭക്ഷണത്തളിക എന്നർത്ഥം വരുന്ന മായിദ എന്ന പദം കൊണ്ടാണ് ഈ സൂറത്തിന് നാമകരണം ചെയ്തിരിക്കുന്നത്. അതായത് സൂറത്തിൽ മായിദ എന്ന് പറഞ്ഞാൽ അത് ഭക്ഷണത്തളികയുമായി ബന്ധപ്പെട്ടിരിക്കും. അതെന്താണെന്ന് പറയാം. യേശു പ്രവർത്തിച്ച എല്ലാ കാര്യങ്ങളുടെയും കർതൃത്വം അള്ളാഹു ഏറ്റെടുക്കുന്നു. അതായത് അള്ളാഹുവാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ദാസനും പ്രവാചകനും മാത്രമാണ് യേശു എന്നാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈസ, നീ ഓർക്കുക, മറിയമ്മന്റെ പുത്രൻ ഈസ, താങ്കൾക്കും മാതാവിനും ഞാൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം ഓർക്കുക. താങ്കൾ തൊട്ടിലായിരിക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും. ഇവിടെയുള്ള സൂചന എന്താണ്? മധ്യവയസ്കൻ എന്ന് പറഞ്ഞാൽ എന്താ? 45 വയസ്സ് 50 വയസ്സൊക്കെ ആകുമ്പോഴാണ് നമ്മൾ മധ്യവയസ്കൻ എന്ന് വിശേഷിപ്പിക്കുക, അല്ലേ? അപ്പോ ഈശോ തൊട്ടിലായിരിക്കുമ്പോഴും മധ്യവയസ്കനായിരിക്കുമ്പോഴും എന്ന് പറഞ്ഞാൽ ഈശോ 33-ാമത്തെ വയസ്സിൽ മരിച്ചു എന്നൊരു സൂചനയെ ഇവർ നിഷേധിക്കുന്നുണ്ട്. എന്തോ ആട്ടെ, ജനങ്ങളോട് സംസാരിക്കുന്ന സ്ഥിതിയിൽ താങ്കൾ പരിശുദ്ധാത്മാവിനാൽ താങ്കൾക്ക് ഞാൻ പിൻബലം നൽകിയ സന്ദർഭത്തിൽ, താങ്കൾക്ക് ഞാൻ എഴുത്തും തത്വജ്ഞാനവും തൗറാത്തും ഇഞ്ചിയിലും പഠിപ്പിച്ച സന്ദർഭത്തിലും, അതായത് യേശുവിനെ തൗറാത്ത് അഥവാ പഞ്ചഗ്രന്ഥി പഠിപ്പിച്ച് ഇഞ്ചിയിൽ പിന്നീടുള്ള സുവിശേഷം പഠിപ്പിച്ചതും ഒക്കെ പിതാവായ അള്ളാഹു ആണെന്നും, താങ്കൾ പക്ഷിയുടേതുപോലെയുള്ള രൂപം, ഈശോ പക്ഷിയുടേതുപോലെ രൂപം ഉണ്ടാക്കിയപ്പം അള്ളാഹു അതിന് ജീവൻ നൽകിയെന്നും അത് ഒരു പക്ഷിയായി തീർന്നുവെന്നും, അതുപോലെ തന്നെ അന്ധനെ എന്റെ അനുമതിയോടെ താങ്കൾ അന്ധനെയും വെള്ളപ്പാണ്ടുകാരനെയും സുഖപ്പെടുത്തുകയും എന്റെ അനുവാദത്തോടെ മരിച്ചവനെ താങ്കൾ ജീവിപ്പിച്ച ഘട്ടത്തിലും ഉണ്ടോ. അപ്പൊ എല്ലാത്തിലും എന്താ ചോദിച്ചാൽ ഈശോ ഒരു ഏജന്റ് മാത്രമായിട്ടാണ്. അപ്പൊ ഈശോയുടെ ആ ഒരു സ്വതന്ത്രമായ പ്രവർത്തനങ്ങൾ, തൻ്റെതായ ആ ഒരു മനോഭാവത്തോടും തൻ്റെതായ ചെയ്തികളോടും കൂടെ അവിടുന്ന് സുവിശേഷം പ്രസംഗിക്കുകയും രക്ഷാകര കർമ്മം നിർവഹിക്കുകയും എന്ന് ചെയ്യുന്നതിന് പകരം ഒരു ഒരു ഏജന്റ്, ഒരു ലോകത്തിൽ വന്നിരിക്കുന്ന ഈ അള്ളാഹു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരാള് എന്നുള്ളതിൽ ഇതൊരു ദാസനും പ്രവാചകനും ആണ് എന്ന ഒരു നിലയിലേക്ക് അവർ മാറ്റിയിരിക്കുന്നു. താഴ്ത്തി എന്ന് പറയാൻ പറ്റില്ല, മാറ്റി. അതാണ് അതിന്റെ ശരി. അവരെ ഞാൻ താങ്കളിൽ നിന്ന് തടഞ്ഞപ്പോഴും എന്നിങ്ങനെ പറഞ്ഞ് ഈശോയുടെ രൂപത്തിൽ, ഈശോയുടെ ജീവിതത്തിൽ വന്ന ഓരോ കാര്യങ്ങളെയും കുറിച്ചും അതെല്ലാം ഞാനാണ് ചെയ്തത് എന്ന് അള്ളാഹു പറയുന്നതായിട്ടാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഈ ഈശോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ഈശോ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് സ്വമേധയാ ഒന്നും ചെയ്യുന്നില്ല, പകരം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്, അള്ളാഹുവാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ സ്ഥാപിക്കുന്നത്. സൂറത്തുൽ മാഇദ എന്ന് പറഞ്ഞത് അറിയാമല്ലോ, ഭക്ഷണം തളിക എന്നുള്ളതാണ്.
അതിന്റെ അടിക്കുറിപ്പായിട്ട് ഇങ്ങനെയാണ് പറയുന്നത്: ആകാശത്ത് നിന്ന് തങ്ങൾക്കൊരു ഭക്ഷണത്തഴികൾ ഇറക്കിത്തരാൻ ഹവാരികൾ ഈസാ നബിയോട് ആവശ്യപ്പെട്ടു. ഈ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്കറിയാം, ഈശോ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ അഞ്ചപ്പം കൊണ്ട് 5000 പേരെ ഊട്ടിയ ആ സന്ദർഭത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് അതെങ്ങനെയാ സംഭവിച്ചത് എന്ന് ഇവര് ഇന്ന് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അതായിരിക്കാം, ആണെന്നല്ല, അതാവാൻ വഴിയുണ്ട്. ഏതായാലും ഈശോ കുറെ പേർക്ക് ആഹാരം കൊടുക്കുന്നതിനെ സംബന്ധിച്ചിട്ടാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് അതിനെപ്പറ്റിയുള്ള വിവരണം. ഭക്ഷണത്തളികൾ ഞാൻ ഇറക്കിത്തരാം എന്ന് അള്ളാഹു പറഞ്ഞു. പക്ഷെ അതിനുശേഷം ആരും സത്യനിഷേധം സ്വീകരിക്കരുത്. സത്യനിഷേധം സ്വീകരിക്കുന്ന പക്ഷം മറ്റാർക്കും നൽകിയിട്ടില്ലാത്തത്ര കഠിനമായ ശിക്ഷയാണ് ഞാൻ നിങ്ങൾക്ക് നൽകുക. അങ്ങനെ അള്ളാഹുവിന്റെ വാഗ്ദാനം നിറവേറ്റുകയും ചെയ്തു. ആവശ്യപ്പെട്ടവർ നോക്കിക്കൊണ്ടിരിക്കെ മലക്കുകൾ എന്ന് വെച്ചാൽ മാലാക്കന്മാർ ആകാശത്ത് നിന്ന് സുപ്ര, അത് വലിയൊരു തളിക ഭക്ഷണത്തിലേക്ക് ഇറക്കി. അതിനകത്ത് ഇറച്ചിയും പത്തിരി കാണുള്ളതെന്നും അല്ല പത്തിരി മീനുമാണെന്ന് രണ്ട് അഭിപ്രായമുണ്ട്. എന്തായാലും രുചികരമായ ഭക്ഷണം ആകാശത്ത് നിന്ന് ഈ മാലാഖമാര് ഇറക്കി. എന്നിട്ടും വിശ്വസിക്കാതിരുന്നവരുണ്ട് കേട്ടോ, അത് ഞാനിവിടെ കൊടുത്തിട്ടില്ല. അവര് പതികളായിപ്പോയി. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ മരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്: ഈശോയുടെ കർതൃത്വത്തെക്കുറിച്ച്, ദൈവത്വത്തെക്കുറിച്ച്, ദൈവപുത്രത്വത്തെക്കുറിച്ച് കൃത്യമായും നമുക്കുള്ള ആശയങ്ങളൊന്നും വിശുദ്ധ സുവിശേഷത്തിലുള്ളതും നമ്മൾ വിശ്വസിക്കുന്നതുമായ ആശയങ്ങളൊന്നും ഖുർആൻ അറ്റസ്റ്റ് ചെയ്യുന്നില്ല, സമ്മതിക്കുന്നില്ല. മാത്രമല്ല മറ്റ് ചില കാര്യങ്ങളാണ് സ്ഥാപിക്കുന്നത് എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇനി തീർച്ചയായിട്ടും മറ്റ് ഇസ്ലാമിസ്റ്റുകൾ ചോദിക്കുന്ന ചോദ്യമാകണമെന്നില്ല. ആര് ചോദിക്കുന്നതാണെങ്കിലും ഒരു ഉത്തരം നമ്മൾ പറയണം. ഈശോ ദൈവമാണെന്ന് ബൈബിളിലൂടെയെങ്കിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ദൈവമാകുന്നു എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പലപ്പോഴും പലരും അമ്പരക്കുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന്റെ കൃത്യമായ ഉത്തരം നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാം വാക്യം: പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു സാക്ഷ്യത്തിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:22. എമ്മനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ. അവനാണ് ജനിച്ചത് എങ്കിൽ ദൈവം നമ്മോട് കൂടെ എന്നുള്ളത് അവനെ പറ്റിയുള്ള പ്രവചനം പൂർത്തിയായത് അവിടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:13-14. വചനം ദൈവമായിരുന്നു, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ദൈവമായിരിക്കുന്ന വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറഞ്ഞാൽ ഈശോ മിശിഹ മനുഷ്യരൂപം കൊണ്ട് നമ്മുടെ ഇടയിൽ, ദൈവം പുത്രൻ തമ്പുരാൻ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിൽ വന്നു എന്നാണ് അതിന്റെ അർത്ഥം. വീണ്ടും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1:18. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈശോ ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോന്നോ? യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-ാം തിരുവചനം: അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട്. 33 വയസ്സ് തികയാത്ത ആശാരിയ പറയുന്നത് അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ടെന്ന്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 10:30, 31, 39. പിതാവും ഞാനും ഒന്നാണ്. എന്നെ അയച്ച പിതാവും ഞാനും ഒന്നാണ്. ഏകത്വം ഞങ്ങൾ തമ്മിൽ അത്രയേറെ ഒന്നായിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താ? യോഹന്നാന്റെ സുവിശേഷം 14:9 എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഫിലിപ്പിനോട് പറയുന്ന ഉത്തരവ്: എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ഇതിനേക്കാൾ വലിയ വ്യക്തമായ തെളിവ് നമുക്ക് ആവശ്യം ഇനി ഉണ്ടെങ്കിൽ ഇതാ പിടിച്ചോ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:28. വിശുദ്ധ തോമസ് ലീഹായുടെ ഈ വാക്ക് നമ്മുടെയൊക്കെ ഹൃദയത്തിനകത്ത് കൊത്തിവെക്കേണ്ടുന്നതാണ്. എന്റെ കർത്താവെ, എന്റെ ദൈവമേ എന്നാണ് വിളിച്ചത്. കർത്താവും ദൈവവുമായിട്ട് അവിടുത്തെ വാഴ്ത്തിയത് വിശുദ്ധ തോമസ് ലീഹായ നമ്മുടെ പിതാവ്. വീണ്ടും ശിഷ്യന്മാർ ഈശോയുടെ ദൈവത്വത്തെ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നതായി സുവിശേഷങ്ങളിൽ കാണാം. പത്രോസിന്റെ പ്രഖ്യാപനം: ശമയോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹായാണ്. അങ്ങനെ അല്ല എന്ന് ഈശോ പറഞ്ഞില്ല. മാത്രമല്ല മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ വാക്കുകൾക്ക് അവിടുന്ന് എന്നേക്കുമുള്ള ആധികാരികതയാണ് കൊടുത്തത്. വീണ്ടും ഫിലിപ്പി ലേഖനം 2:5-8 വരെ നമുക്ക് വായിക്കാം: ദൈവത്തിന്റെ രൂപത്തിലായിരുന്നിട്ടും. വീണ്ടും കൊളോസ്യ ലേഖനം 1:15 അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപം. കൊളോസ്യർ 2:8-10 ദൈവത്തിന്റെ ശാരീരിക വെളിപാടാണ് അവിടുന്ന്. 1 തിമോത്തി 1:16-17 നിത്യരാജാവാണ് അവിടുന്ന്, അക്ഷയനാണ്, അദൃശ്യനാണ്. തീത്തോസ് 1:3 ലോകം സൃഷ്ടിക്കാൻ അവന്റെ മുഖാന്തരമാണ് നടന്നത്, സകലത്തിന്റെയും അവകാശി, ദൈവത്തിന്റെ യഥാർത്ഥ പ്രതിരൂപം, ദൈവ തേജസ്സിന്റെ പ്രഭ, സകലത്തിനെയും തന്റെ ശക്തിയാൽ താങ്ങി നിർത്തുന്നവൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുവിനെ കർത്താവായി വിശ്വസിച്ച് ഏറ്റുപറയുന്ന അനേകം വചനഭാഗങ്ങളുണ്ട്.
1 കൊരിന്ത്യർ 12:3 പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ യേശു കർത്താവാണെന്ന് ഏറ്റു പറയാൻ ആർക്കും കഴിയുകയില്ല. ആ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടല്ലേ നമ്മുടെ പിതാവ് ഇപ്രകാരം പറഞ്ഞത്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ. വിശുദ്ധ തോമസ് ലീഹ. വീണ്ടും ആദ്യ രക്തസാക്ഷി സ്തേഫാനോസിന്റെ വാക്കുകൾ, കർത്താവായ യേശുവേ, എന്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ. കർത്താവേ, ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുതേ. അവിടുന്ന് ദൈവമല്ലെങ്കിൽ പിന്നെ ആരായിട്ട് കണ്ടിട്ടാണ് കർത്താവെ എന്ന് വിളിച്ചത്? യേശു കർത്താവാണ്, യേശു ദൈവമാണ്. സുവിശേഷം അത്ര വ്യക്തമായിട്ട് അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ലോകത്തിൽ ആർക്കും പാപം മോചിക്കാൻ കഴിയുകയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആരാണ് പാപം മോചിക്കുക? ശിക്ഷിക്കാൻ മാത്രമേ നമുക്ക് കഴിയൂ. മോചിക്കണമെങ്കിൽ ദൈവത്തിനല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുക? ലംഘനങ്ങളെയും പാപങ്ങളെയും അതിക്രമങ്ങളെയും ക്ഷമിക്കുന്നവൻ ദൈവമാണ് എന്ന സത്യം പഴയ നിയമ ഗ്രന്ഥത്തിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 34:7, നെഹമ്യ 9:17. എന്നാൽ ദൈവമാണ് പാപങ്ങൾ ക്ഷമിക്കുക എന്നുള്ള യഥാർത്ഥ വിശ്വാസം നിലവിലുള്ള യഹൂദ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അവരുടെ വിശ്വാസ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാനാണ് ദൈവം എന്ന് അവിടുന്ന് അവിതർക്കിതമായി പ്രഖ്യാപിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അത് മറ്റെന്താണ്? തളർവാദ രോഗിയോട് പറഞ്ഞു, രക്തസ്രാവക്കാരി സ്ത്രീയോട് പറഞ്ഞു. അതുപോലെ തന്നെ പാപം ക്ഷമിക്കപ്പെടുന്നത് യേശുവിലുള്ള വിശ്വാസം വഴിയാണ് എന്ന് അവിടുന്ന് പറഞ്ഞു. തൽഫലമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവമാണ് പാപം മോചിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും യേശു ദൈവമാണ്. കാരണം അവൻ പാപങ്ങൾ മോചിക്കും. മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ലേ തളർവാദ രോഗിയോട് പറഞ്ഞത്? അപ്പോൾ അവരെല്ലാവരും പറഞ്ഞു, യഹൂദർ വ്യക്തമായി അറിഞ്ഞിരുന്നു ദൈവത്തിനല്ലാതെ മറ്റാർക്കും പാപം മോചിക്കാൻ കഴിയുകയില്ലെന്ന്. അപ്പൊ അവരെന്താ പറഞ്ഞത്? യേശു ദൈവദൂഷണം പറയുന്നു എന്നാ പറഞ്ഞത്. പക്ഷെ ദൈവദൂഷണമല്ല പറഞ്ഞത്, അവൻ താൻ സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപിക്കുക ചെയ്തു. അത് അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, യേശു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നവൻ ഒരുത്തനേ ഉള്ളൂ, അത് ദൈവമാണ്. ഒരാളേ ഉള്ളൂ, അത് ദൈവമാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 4:42 പറയുന്നു, ഇവനാണ് ലോകരക്ഷകൻ. നമ്മുടെ സമരായക്കാരി സ്ത്രീയാ പറയുന്നത്. മാലാഖ ആട്ടിടയന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്താ വ്യക്തമാക്കുന്നത്? നിശ്ചയമായും അവിടുന്ന് ദൈവമാണ്, കർത്താവാണ്, രക്ഷകനാണ്. അവിടുന്ന് പാപങ്ങൾ ക്ഷമിക്കുന്നവനാണ് എന്ന് തന്നെയാണ്. മാത്രമല്ല, ദൈവത്വത്തിനുള്ള എല്ലാ ഗുണങ്ങളും യേശു അവകാശപ്പെടുന്നു. സർവവ്യാപകത്വം എവിടെയും ഉണ്ടായിരിക്കുന്ന അവസ്ഥ ദൈവം എല്ലായിടത്തും ഉണ്ട്. നമുക്കല്ല. കർത്താവ് എന്താ പറഞ്ഞത്? ഏറ്റവും അവസാനം പറഞ്ഞത് എന്താ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18:20 പറഞ്ഞു, 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. ഓംനിപ്രസന്റ് ആണ് അവിടുന്ന്, എവിടെയും ഉണ്ട്. 2-3 പേര് എവിടെയുണ്ടോ അവിടെയുണ്ട്. വീണ്ടും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20 അവസാന വാക്യമാണതോ ആദ്യത്തെ സുവിശേഷത്തിന്റെ. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കും എന്ന്. അവിടുത്തെ നിത്യ സർവ വ്യാപകത്വം എന്ന് പറയുന്നത് യേശുവിന് മാത്രം അവകാശപ്പെടുന്നതാണ്. അഥവാ അത് യേശുവിന്റെ ദൈവത്വത്തിന് ചേർന്നതും ദൈവത്വത്തിന്റെ അവകാശവും. അവിടുന്ന് സർവജ്ഞാനവുമുള്ളവനാണ്. നീ എല്ലാ കാര്യങ്ങളും അറിയുന്നുവെന്നും ആരും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ലെന്നും ഞങ്ങൾ അറിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 10:30. വിശുദ്ധ പത്രോസ് പറയുന്നു, കർത്താവേ, നീ സർവ്വതും അറിയുന്നു. വീണ്ടും തന്നെ ഒറ്റിക്കൊടുക്കുവാൻ ഇരുന്നവൻ ആരെന്ന് അവൻ അറിഞ്ഞിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:64. ഏത് പുരുഷന്റെയും സ്ത്രീയുടെയും ഹൃദയാന്തര ഭാഗത്തെ അവൻ അറിഞ്ഞിരുന്നു. മർക്കോസ് 2:8. വേണ്ട, ഒരുപാട് സുവിശേഷ വാക്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്, വായിക്കുക. അവിടുന്ന് സകലതും അറിയുന്നു. മനുഷ്യന്റെ ഹൃദയാന്തരാളത്തിലെ അഗാധതയിലുള്ള ഓരോന്നും അറിയുന്നവനാണ് ദൈവം എന്ന് പഴയ നിയമം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞാനാണ്, അഥവാ അത് യേശുവാണ് എന്ന് നമ്മൾ ഈ വാക്യങ്ങളിലൂടെ മനസ്സിലാക്കും. വീണ്ടും അവിടുന്ന് സർവശക്തൻ. എൽ ഷദായി എന്ന വാക്കിനർത്ഥം സർവശക്തനായ ദൈവമാണ്. യേശുവിന്റെ അത്ഭുത പ്രവർത്തികളും രോഗശാന്തിയും പാപമോചനവുമെല്ലാം സർവശക്തനായ ആ ദൈവത്തിന്റെ പ്രപഞ്ചത്തിന്റെ പേരിലുള്ള അധികാരത്തെ സൂചിപ്പിക്കുന്നു.
പ്രീ എക്സിസ്റ്റൻസ്, ദൈവത്തിന് പൂർവാസ്തിത്വമുണ്ട്. അതായത് ഇവിടെ നമ്മൾ കാണുന്നതിന് മുമ്പ് ഈശോ ഉണ്ട്, ഈ പുത്രൻ തമ്പുരാനായ അവിടുന്നുണ്ട്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, അവൻ ദൈവത്തോട് കൂടെയായിരുന്നു. അബ്രാഹാം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ ഉണ്ട്, അവിടുന്ന് കൃത്യമായി പറഞ്ഞു. ലോക സൃഷ്ടിക്ക് മുമ്പ് എനിക്ക് അങ്ങയോടൊപ്പം ഉണ്ടായിരുന്ന മഹത്വം എനിക്ക് നൽകണമേ. ലോക സൃഷ്ടിക്ക് മുമ്പ് അവിടുന്ന് ഉണ്ടായിരുന്നു എന്നതിന്റെ കൃത്യമായ സാക്ഷ്യമാണത്. അഥവാ ഇന്ന് കാണുന്ന ആ ഒരു ചരിത്രത്തിന്റെ ഒരു മുഹൂർത്തത്തിൽ ജനിച്ചപ്പോൾ ഉണ്ടായവനല്ല അവിടുന്ന് മനുഷ്യനായി അവതരിക്കുകയാണ് ചെയ്തത്. അവിടുന്ന് ആദിയിലേ ഉണ്ട്, ദൈവത്തോട് കൂടെയുണ്ട്, അവിടുന്ന് ദൈവം തന്നെയാണ്. അപ്പോ നമ്മളിവിടെ യേശു ദൈവമാണോ എന്ന ചോദ്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് കിടക്കുകയാണ്. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരിയാണ് അവിടുന്ന്. ആദിയും അന്ത്യവും ഇല്ലാത്തവനാണ് അവിടുന്ന്. ലോകം മുഴുവന്റെയും രക്ഷകനാണ്, ലോകം മുഴുവന്റെയും വിധിയാളനാണ്. സുവിശേഷത്തിൽ കൃത്യമായി ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വീണ്ടും സർവശക്തനും സർവവ്യാപിയും സർവജ്ഞാനിയും യുഗങ്ങൾക്കെല്ലാം മുമ്പ് അനാദിയിലെ ഉള്ളവനുമാണ്. അവൻ ദൈവമല്ലെങ്കിൽ പിന്നെ സുവിശേഷത്തിൽ രേഖപ്പെടുത്താത്ത ഒരു കാര്യവും നമ്മൾ ഇവിടെ സംസാരിച്ചിട്ടില്ല, ഒരു കാര്യവും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇവയെല്ലാം സുവിശേഷത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ദൈവമല്ലെങ്കിൽ പിന്നെ മറ്റാരാണ്? ഇവിടെ ഒരു ചെറിയ സംശയവും കൂടിയുണ്ട്. ആ സംശയത്തെ തീർത്തുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. യേശു ദൈവമാണെങ്കിൽ പിന്നെ ആരോടാണ് പ്രാർത്ഥിച്ചത്? അവിടുന്ന് പ്രാർത്ഥിക്കാനായി മലയിലേക്ക് കയറിയെന്നും ഗെത്സമേനിയിൽ പ്രാർത്ഥിച്ചു എന്നും എഴുതുമ്പോൾ ദൈവത്തെക്കാളും കുറഞ്ഞ ഒരു മനുഷ്യനായതുകൊണ്ടല്ലേ പ്രാർത്ഥിച്ചത് എന്ന് ഒരു വേള നമുക്ക് പോലും സംശയം തോന്നും. ഉത്തരം ഇതാണ്: ദൈവവുമായിട്ടുള്ള സംഭാഷണമാണ് പ്രാർത്ഥന, അഥവാ ദൈവത്തോട് ഒപ്പമായിരിക്കുന്ന അവസ്ഥയാണ് പ്രാർത്ഥന. അവിടുന്ന് മലയിലേക്ക് പോയി തീഷ്ണമായി പ്രാർത്ഥിച്ചെങ്കിൽ അതിന്റെ അർത്ഥം മലയിൽ അവിടുന്ന് ദൈവവുമായി ഒപ്പമായിരുന്നു എന്നുള്ളത്. ആ അർത്ഥത്തിൽ യേശു തന്നെയും ദൈവത്തോട് സദാപി പ്രാർത്ഥനയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം അവിടുന്ന് എല്ലായ്പ്പോഴും എല്ലാ നിമിഷങ്ങളിലും ദൈവത്തോടൊത്തായിരുന്നു. പിതാവുമായി ഗാഠമായ ബന്ധം അവിടുന്ന് പുലർത്തിയിരുന്നു. അവിടുത്തെ ജീവിതത്തെ പ്രാർത്ഥന എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാരണം പിതാവുമായി നിതാന്ത ബന്ധം പുലർത്തിയിരുന്ന അവിടുന്ന് വീണ്ടും നമുക്ക് മാതൃക നൽകാനും നാം പ്രാർത്ഥിക്കണം എന്ന് പറയാനും നമ്മെ പഠിപ്പിക്കാനും വേണ്ടി അവിടുന്ന് തൻ്റെ പ്രാർത്ഥനയെ ഒരു 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 പ്രത്യേക സാഹചര്യങ്ങളിലേക്ക് ഒതുക്കിയതാണ് ഗെത്സമേനിയിലെ പ്രാർത്ഥനയും ഈ മലയിലേക്ക് പോയി അവിടെ പ്രാർത്ഥന നിരതരായിരുന്നു. യേശുവിന്റെ ജീവിതം തന്നെയും പിതാവിനോടുള്ള നിത്യമായ പ്രാർത്ഥനയായി ആയിരുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. വീണ്ടും അവിടുന്ന് കുരിശിൽ മരിച്ചു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളമുള്ള വിശ്വാസം. അതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്ന്. എന്നാൽ ഖുറാനിലെ 4-ാം അധ്യായം 157, 158 വചനങ്ങൾ പറയുന്നു: ദൈവദൂതനായ മറിയമിന്റെ മകൻ മസീഹീസയെ ഞങ്ങൾ കൊന്നിരിക്കുന്നു എന്ന് വാദിച്ചതിനാലും സത്യത്തിൽ അവർ അദ്ദേഹത്തെ കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. കൊന്നിട്ടില്ല ഉറപ്പും. അതെന്തുകൊണ്ടെന്നാൽ അത്തരം ഒരു ആശയം ഉണ്ടാകാനുള്ള പ്രധാന കാരണം നമ്മൾ ഊഹിക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഒരു തറപ്പിച്ച് പറയുന്നൊന്നുമല്ല. ഇങ്ങനെ ഒരാളെ കൊല്ലാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം ശരിയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിയാണ്. കാരണം ഈ സംശയം നമ്മുടെ യഹൂദർക്കും ഉണ്ടായിരുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. ഇത് അവനെ കളിയാക്കി പറഞ്ഞതുമാണ്. പിന്നെ അത് ശരിയാണോ എന്ന് അവര് പരീക്ഷിക്കാൻ വേണ്ടി കൂടെ ചോദിച്ചതാ. അതുപോലെ തന്നെയുള്ള ഒരു തീരുമാനമാണിത്. കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. കാരണം അവിടുന്ന് ദൈവത്തിന്റെ വചനമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടുന്ന് ദൈവത്തിന്റെ ദാസനാണെന്ന്, അള്ളാഹുവിന്റെ ദാസനാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരാളെ ഇങ്ങനെ കൊല്ലുക എന്ന് പറഞ്ഞാല് കൊന്നിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല എന്നൊരാശയത്തിലേക്ക് അവരെത്തും. എന്നാൽ കൃത്യമായും അതിനെത്രയോ മുമ്പ് തന്നെ യേശുവിന്റെ മരണത്തെക്കുറിച്ച്, ക്രൂശീകരണത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നു. ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27, മർക്കോസിന്റെ സുവിശേഷം 15. ഈശോ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു: പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. ഇവിടെ നമ്മൾ ഈ 3 സുവിശേഷകന്മാരും ഉറപ്പിച്ചു പറയുന്നത് നമ്മൾ കാണും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഈശോ വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു: എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് തന്റെ ആത്മാവിനെ സമർപ്പിച്ചു. പോരാ,
മരിച്ച അവന്റെ പാർശ്വത്തിൽ കുന്തം കൊണ്ട് കുത്തി, ഉടനെ അതിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു. യോഹന്നാന്റെ സുവിശേഷം 19:34. പോരാ, പാറയിൽ വെട്ടിയുണ്ടാക്കിയ തന്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതിലിൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. 4 സുവിശേഷകന്മാരും ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുന്നു: വിശുദ്ധ മത്തായി, വിശുദ്ധ മർക്കോസ്, വിശുദ്ധ ലൂക്കാ, വിശുദ്ധ യോഹന്നാൻ. വിശുദ്ധ മത്തായി 27, വിശുദ്ധ മർക്കോസ് 15, വിശുദ്ധ ലൂക്കാ 23, വിശുദ്ധ യോഹന്നാൻ 19. തർക്കമില്ല. രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന എല്ലാ സുവിശേഷങ്ങളിലും, അതുപോലെ തന്നെ അക്കാലഘട്ടത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ രേഖകളിലും യേശുവിന്റെ മരണം വളരെ കൃത്യമായി പ്രതിപാദിച്ചിരിക്കുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ ജീവന്റെ നാഥനെ നിങ്ങൾ വധിച്ചു, എന്നാൽ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികളാണ് എന്ന് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. വീണ്ടും റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്നു, നാം ബലഹീനരായിരിക്കെ നിർണയിക്കപ്പെട്ട സമയത്ത് മിശിഹ പാപികൾക്ക് വേണ്ടി മരിച്ചു. കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അത് സുവിശേഷത്തിലല്ലേ എന്ന് ചോദിക്കും. അതെ, സുവിശേഷത്തിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടല്ലോ. AD 56 മുതൽ 120 വരെ ഉണ്ടായിരുന്ന താസിത്തസ് എന്ന ചരിത്രകാരൻ പറയുന്നു, ഈ വിഭാഗത്തിന്റെ ആരംഭകനായ മിശിഹ തിബേരിയസ് ചക്രവർത്തിയുടെ കാലത്ത് പന്തിയോസ് പിലാത്തോസിനാൽ വധിക്കപ്പെട്ടു. അത് വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അയാൾ ക്രിസ്ത്യാനിയുമല്ല, ക്രിസ്ത്യാനികളുടെ ആരുമല്ല, ഒരു ചരിത്രകാരൻ മാത്രമാണ്. ജോസഫ്യൂസ് എന്ന യഹൂദ ചരിത്രകാരൻ, അദ്ദേഹം ആന്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന കൃതിയിൽ പീലാത്തോസ് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി കുരിശിൽ തറച്ച് കൊന്നെങ്കിലും ശിഷ്യരായിരുന്നവർ ആ ശിഷ്യത്വം വിട്ടു പോകാൻ തയ്യാറായില്ല. ആദിമസഭയെ കുറിച്ചിട്ടുള്ള സൂചനയാണത്. ക്രൂശീകരണത്തിന്റെ 3-ാം നാൾ അദ്ദേഹം ജീവനോടെ പ്രത്യക്ഷപ്പെട്ടെന്നും ദിവ്യപ്രവാചകന്മാർ നേരത്തെ തന്നെ സൂചിപ്പിച്ച മിശിഹായാണ് അദ്ദേഹമെന്നും അവർ പറയുന്നു. വളരെ കൃത്യമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ട് അവർ എന്ന് പറഞ്ഞ ആദിമ ക്രിസ്ത്യാനികൾ പറയുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പുറമേ നിന്നുള്ള തെളിവ് നമുക്ക് ആവശ്യമുണ്ട്? ഇല്ല. ഇനി അതൊരു രഹസ്യ സംഭവമായിരുന്നു ഈ ഈശോയുടെ മരണവും ഈശോയുടെ ഉയർപ്പും? ഒരിക്കലുമല്ല. ഈ 1 കൊരിന്തോസ് 15 എഴുതുന്ന, കൊരിന്തോസുകാർക്കുള്ള 1-ാമത്തെ ലേഖനം എഴുതുന്ന കാലത്ത് വിശുദ്ധ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്. മിശിഹ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം നാൾ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്ക് പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അടുത്തതാണ് ഏറ്റവും പ്രധാനമായ വാക്യം. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. ഈ 500-ൽ ഏതാനും പേര്, നമുക്കൊരു 100 പേര് മരിച്ചുപോയി എന്നങ്ങ് വിചാരിക്കുക, അതൊക്കെ വിദ്യസംഖ്യ. പക്ഷെ 400 പേര് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, എന്തെന്നേ അവൻ മരിച്ചെന്നും ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതെന്നും ഞങ്ങൾ കണ്ടതാന്നേ. അതുകൊണ്ട് കൊറിന്ത്യർസുകാർക്കോ ആദിമ സഭയ്ക്കോ ഒരു വിഷയമില്ലായിരുന്നു ഈശോയുടെ മരണത്തെക്കുറിച്ചോ സംസ്കാരത്തെക്കുറിച്ചോ ഉത്ഥാനത്തെക്കുറിച്ചോ വിശ്വസിക്കുന്നതിന് ഒരു വിഷമവും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് എത്രയോ വർഷം കഴിഞ്ഞിട്ട്, ഏകദേശം 1300 വർഷങ്ങൾക്ക് ശേഷമല്ലേ ഈശോ മരിച്ചിട്ടില്ല എന്ന വാദം വന്നത്. 1300 വർഷങ്ങൾക്ക് ശേഷം. 10-100 വർഷങ്ങൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവർക്കും അറിയാമായിരുന്നു. പിന്നീട് 1300 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ തർക്കമൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ തർക്കത്തെ വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ മനസ്സിലെടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല, ഖുറാനിലെ ഈസ കുരിശിൽ മരിച്ചിട്ടില്ലാത്തതിനാൽ ഉത്ഥാനത്തിന് പ്രസക്തിയില്ല. ഈസയെ കുരിശിൽ തറക്കപ്പെട്ട സമയത്ത് അള്ളാഹു നേരിട്ട് സ്വർഗത്തിലേക്ക് എടുക്കുകയാണ് ഉണ്ടായത് എന്ന വിവരണമുള്ളതിനാൽ ഈശോയ്ക്ക് കുരിശുമരണമില്ല, ഉത്ഥാനമില്ല, സ്വർഗാരോഹണമില്ല. അഥവാ യേശു മിശിഹായുടെ വളരെ മർമ്മപ്രധാനമായ രക്ഷാകര രഹസ്യങ്ങളും ഒന്നും തന്നെ ഖുറാൻ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈശോ അല്ല അവിടെ വിമോക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈശോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുറാനിലെ ഈസയ്ക്ക് ഈശോയുമായി ചില സാമ്യങ്ങൾ ആരോപിക്കാൻ സാധിക്കുമെങ്കിലും ഈസ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് ഖുറാൻ ക്രൈസ്തവരുടെ അടിസ്ഥാന വിശ്വാസ സത്യങ്ങളായ പരിശുദ്ധ ത്രിത്വം, ഈശോയുടെ ദൈവത്വം, മനുഷ്യാവതാരം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, മനുഷ്യരക്ഷ എന്നിവയെല്ലാം നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഈശോയും ഈസായും ഒന്നാണെന്ന് പ്രിയപ്പെട്ട ഇസ്ലാം വിശ്വാസികൾ പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ക്രൈസ്തവർക്ക് അത് അംഗീകരിക്കാൻ സാധ്യം. ഉടനെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമ്മൾ തന്നെയും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ ചോദ്യത്തോടു കൂടി നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുക. ഇത് നോസ്ത്ര അത്താത്തെ എന്ന നമ്മുടെ 2-ാം വത്തിക്കാൻ സുനഹദോസിന്റെ ക്രൈസ്തവ മതങ്ങളോടുള്ള സഭയുടെ നിലപാടിനെ സംബന്ധിച്ച പ്രഖ്യാപനം. ഇതിനകത്ത് മുസ്ലിമുകളെ സഭ ബഹുമാനത്തോടെ വീക്ഷിക്കുന്നുവെന്നും അവരുടെ അന്ത്യവിധിയെ സംബന്ധിച്ചിട്ടുള്ള കൺസെപ്റ്റിനെ നമ്മൾ ബഹുമാനിക്കുന്നുവെന്നും കന്യകാമാതാവായ മറിയത്തെ ആദരിക്കുന്നുവെന്നും ഒക്കെ ഭക്തിപൂർവ്വം വിളിക്കുന്നു എന്നുള്ളതെല്ലാം സമ്മതിക്കുന്നു.
അപ്പൊ ഇത് തമ്മിൽ എന്നാ വ്യത്യാസം എന്നൊരു ചോദ്യം. അവർ അബ്രാഹത്തിന്റെ മക്കളായിട്ട് അവർ ആണ്. പിന്നെ ബഹുമാനത്തോടെ സഭ വീക്ഷിക്കുന്നുണ്ട്. പിന്നെ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് അവർ കീഴ്വഴങ്ങുന്നതിനെ സഭ ബഹുമാനത്തോടെ കാണുന്നുണ്ട്. മറിയത്തെ ഭക്തിപൂർവ്വം അവർ ചിലരെങ്കിലും വിളിക്കുന്നുണ്ട്. പിന്നെ ഉയർപ്പിന്റെ ദിവസം പ്രതിസമ്മാനം നൽകും എന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതായത് അന്ത്യവിധിയിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. പ്രാർത്ഥനയിലും ദാനധർമ്മത്തിലും ഉപവാസത്തിലും ആരാധനയിലും ഒക്കെ ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അത് തമ്മിൽ എന്നാ വ്യത്യാസം? പക്ഷെ ഒരു ചെറിയ വ്യത്യാസം. അവർ സസന്തോഷം സ്വയം ബന്ധപ്പെടുത്തുന്ന അബ്രാഹം. ശ്രദ്ധിച്ചോ? സസന്തോഷം സ്വയം ബന്ധപ്പെടുത്തുന്ന അബ്രാഹം. അബ്രാഹത്തിന്റെ മക്കളായി അവരവകാശപ്പെടുന്നത് അവരുടെ അവകാശമാണ് എന്നാണ് സഭ. വളരെ ശ്രദ്ധിച്ചു വായിച്ചാലാണ് നമുക്ക് അബ്രാഹത്തിന്റെ മക്കളാണ് അവർ എന്ന്, അഥവാ വാഗ്ദാനത്തിന്റെ സന്തതികളിൽ നിന്ന് വന്നവരാണ് അവരെന്ന്, അങ്ങനെ അവർ ഒരു സെമറ്റിക് മതത്തിലെ ഒന്നാണെന്ന് സഭ അംഗീകരിക്കുകയല്ല ചെയ്യുന്നത്. അവര് സ്വയം ബന്ധപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറഞ്ഞതിലെ സൂചനകൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് രണ്ടാം വത്തിക്കാൻ സുനഹദൂസിന്റെ പ്രഖ്യാപനത്തിൽ നിന്നുള്ള വാക്യം. ചുരുക്കത്തിൽ, ത്രിയേക ദൈവത്തിലെ മൂന്നാളുകളിൽ ഒരുവനായ യേശു ക്രിസ്തു ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഒപ്പം സർവമഹത്വത്തിലും ശക്തിയിലും അധികാരത്തിലും പ്രാഭവത്തിലും അഭേദ്യമായ വിധം തുല്യനും സത്തയിലും സാരാംശത്തിലും ഏകനുമായ ദൈവമാണ്. ഇതാണ് സത്യം. ഈ സത്യം നമ്മെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എനിക്കേറെ കടപ്പാടുള്ള 2 ഗ്രന്ഥങ്ങളെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കട്ടെ. ഫാദർ ജോസ് പെണ്ണാപറമ്പിലിന്റെ സത്യത്തിലേക്ക്, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ. ബൈബിൾ അല്ലാതെ ഈ 2 പുസ്തകങ്ങളാണ് പ്രധാനമായും ഞാൻ ആശ്രയിച്ചിരിക്കുന്നത്. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പരിശുദ്ധ മാതാവ് വഴിയായി ത്രിത്വൈക ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാം. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം. പുത്രനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നമ്മളിൽ ഒഴുകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പരിശുദ്ധാത്മാവുമായുള്ള സഹവാസം ഉണ്ടാകട്ടെ എന്ന് പരിശുദ്ധ മറിയം വഴിയായി നമുക്ക് ദൈവത്തിന്റെ മുമ്പാകെ പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.